ആവാരപ്പൻ 2 കണ്ടു. റിലീസ് ചെയ്ത സമയത്ത് ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും പിന്നീട് കൾട്ട് ഫോളോയിങ് ഉണ്ടായ ഒരു പടമാണ് ആവാരപ്പൻ, അതായത് ഫസ്റ്റ് പാർട്ട്. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അതിലെ പാട്ട്, എല്ലാ പാട്ടും കിടുവാണ്. നല്ല ഇമോഷണൽ വെയിറ്റേജ് ഉള്ള ഒരു പടമാണ്. സ്ട്രോങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. നല്ല പടമാണ്. ഞാൻ പണ്ട് കണ്ടതാണ്. ലാസ്റ്റ് വീക്ക് ഒന്നുകൂടെ ഈ പടം കണ്ടായിരുന്നു. അതായത് സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിനുവേണ്ടി കണ്ടതാണ്. പക്ഷെ കോട്ടയത്ത് എന്തായാലും പടം അതുപോലെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആണെങ്കിൽ പോലും ആ പടം കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അതിന്റെ ഒരു പോസിറ്റീവ്. പിന്നെ കുറച്ച് വർഷമായിട്ട് ഇമ്രാൻ ഹാഷ്മിക്ക് ആണെങ്കിൽ ഒരു ഹിറ്റ് ഒന്നും പറയാനില്ല. സോ ഫാൻസുകാരെ പറ്റിക്കാൻ വേണ്ടി ChatGPT വഴി ഉണ്ടാക്കിയെടുത്തൊരു സ്ക്രിപ്റ്റുമായിട്ട് വന്ന പടമാണ് ആവാരപ്പൻ 2. 2007 ഇറങ്ങിയ കൾട്ട് ഫിലിം ആവാരപ്പൻ സംവിധാനം ചെയ്തത് മോഹിത് സൂരി ആണെങ്കിൽ ഈ സീക്വൽ ചെയ്തിരിക്കുന്നത് നിതിൻ കക്കറാണ്. ഇമ്രാൻ ഹാഷ്മിയുടെ കൂടെ ദിശ പാഡ്നി, ഷബാന ആസ്മി, പുരൻ ഗബി തുടങ്ങിയവരൊക്കെയാണ് മറ്റു പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഹിന്ദി ആക്ഷൻ ഡ്രാമ സിനിമയെ കുറിച്ച്. ഫസ്റ്റ് പാർട്ടിലെ നമ്മുടെ നായകൻ ശിവം പണ്ഡിറ്റിന്റെ ക്യാരക്ടറിനെ വെച്ച് തവണ ചൈൽഡ് ട്രാഫിക്കിങ്ങിനെതിരെ ഒരു മിഷനുമായിട്ടാണ് ഈ പടം വന്നിട്ടുള്ളത്. ആദ്യ ഭാഗം കാണാത്തവരത് കണ്ടിട്ട് കാണുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഈ പടം സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കാണാൻ കേട്ടോ. ഒരു നിർവികാര ആക്ഷൻ പടമാണ് ആവാരപ്പൻ 2. എനിക്ക് ഒരു ബിലോ ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത്. പടം തുടങ്ങി ആദ്യത്തെ ഒരു അരമണിക്കൂറോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻഗേജിംഗും ആയിരുന്നു സിനിമ. ഫസ്റ്റ് പാർട്ടിലെ ക്ലാസിക് ഗാനങ്ങളുടെ അത്രയും ഇല്ലെങ്കിലും ഇതിലെ മ്യൂസിക്കും കൊള്ളാമായിരുന്നു. പോരാത്തതിന് ഫസ്റ്റിലെ തേരാ മേരാ റിഷ്തയൊക്കെ ഇതിൽ 4-5 തവണ എങ്ങാണ്ട് പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ മ്യൂസിക്കലി പടം ഓക്കെയാണ്. അതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ്. പിന്നത്തെ പോസിറ്റീവ് ഇമ്രാൻ ഹാഷ്മിയാണ്. ഇതൊരു പക്ക ഇമ്രാൻ ഹാഷ്മി ഷോ ആണെന്ന് പറയാം. എനിക്കും ഇമ്രാനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയെ ഓർത്ത് മാത്രമാണ് ഞാൻ ഈ പടം കണ്ട് തീർത്തതെന്ന് പറയാം. ഇമ്രാനെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് പുള്ളിയുടെ ആക്ഷൻ, കുറച്ച് മാസ്, അതൊക്കെ പടത്തിലുണ്ട്. ഫസ്റ്റ് പാർട്ടിന്റെ അത്രയും ഇമോഷണൽ ഡെപ്ത് തോന്നുന്നില്ലെങ്കിലും ആ ക്യാരക്ടറിന്റെ ഒരു ഏകാന്തത, വിഷാദം, അത് പ്രകടനത്തിലൂടെ ഇപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി പിടിച്ചേക്കുന്നത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. അതേസമയം ഇമ്രാൻ, ദിശ പാഡ്നി ഒരു ചേർച്ചയും ഒരു കെമിസ്ട്രി എനിക്ക് തോന്നിയില്ല. ദിശ പാഡ്നിയുടെ ഞാൻ ആകെ 2-3 പടം കണ്ടുള്ളൂ. അതിലൊന്നും എനിക്ക് പുള്ളിക്കാരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതില് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദമാണെന്ന് പറയാം. എങ്കിലും ചുമ്മാ പേരിനൊരു നായിക അത്ര തന്നെ. ഇതിലെ വില്ലനാണ് ശരിക്കും സ്ട്രോങ് ആകേണ്ടത്. പക്ഷെ വില്ലൻ തോക്ക് ചൂണ്ടിയ കൊച്ചു കുട്ടി പോലും പേടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ നമ്മളെങ്ങനെ പേടിക്കും? നടി വാമിക ഗബ്ബിയുടെ ബ്രദറായ പുരൻ ഗബ്ബിയാണ് ആ റോൾ ചെയ്തിട്ടുള്ളത്. പയ്യന്റെ പ്രകടനം ജസ്റ്റ് ഓക്കെ ആയിരുന്നു. മാക്സിമം പയ്യൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എഴുതിയേക്കുന്നതാണെങ്കിലും സീൻസും സിറ്റുവേഷനും ഒക്കെ കൊണ്ട് ഒരു ഓഞ്ഞ വില്ലനായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. ഇതിലെ മൊത്തം ക്യാരക്ടേഴ്സും വളരെ ശോകമായിട്ടാണ് എഴുതിയേക്കുന്നത്. ശ്രിയ ശരണിനെ ഇപ്പൊ കണ്ടാലും വലിയ പ്രായം തോന്നില്ല എന്നുള്ളതുകൊണ്ടാകാം 19 വർഷങ്ങൾക്ക് ശേഷവും 24-കാരിയായിട്ട് വീണ്ടും പടത്തിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വിത്ത് പക്ക ChatGPT ഡയലോഗ്. അല്ലാതെ പഴയ പടത്തിലെ കുറച്ച് സീൻസ് ഇതിലിട്ടിട്ടുണ്ട്. ഷബാന ആസ്മി ഒക്കെ എന്തിനാണ് ഈ പടം ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇനി ചിലപ്പം അടുത്ത പാർട്ടിൽ വല്ല റോളും ഉണ്ടായിരിക്കും. അതെ, അടുത്ത പാർട്ട് വരുന്നുണ്ട്. അതെങ്കിലും മോഹിത് സൂരി ചെയ്താൽ കൊള്ളാമായിരുന്നു. ബാക്കി ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ് ഒക്കെ ഓക്കെ. മ്യൂസിക് ഞാൻ പറഞ്ഞല്ലോ. സോ ടെക്നിക്കലി പടം ഓക്കെയാണ്. ലോജിക് ഒക്കെ പിന്നെ എടുത്ത് തോട്ടി കളഞ്ഞിട്ട് വേണം ഈ പടം കാണാനായിട്ട്. ചൈൽഡ് ട്രാഫിക്കിങ്ങിന് ഇരയായ കുട്ടിയെ രക്ഷിക്കാൻ വന്ന നായകൻ ഗ്യാങ് ഇൻഫിൽട്രേഷൻ ഒക്കെ നടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ചൈൽഡിന്റെ കാര്യം മറന്നുപോയതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിലും മൊത്തത്തിൽ മണ്ടൻ ഐഡിയകളാണ് പടത്തിൽ മൊത്തം ഉള്ളത്. ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിലും വൻ ശോകമായിട്ടാണ് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ ഈ ഒരു തീം, ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അത് തന്നെ ഈ കൊല്ലം ഇതിപ്പോ എത്രാമത്തെ തവണയാണ് കണ്ട് നമുക്ക് തന്നെ മടുത്തിട്ടുണ്ട്. എന്നാൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? അതുമില്ല. സോ മൊത്തത്തിൽ നല്ല പേരുണ്ടായിരുന്ന ഒരു കൾട്ട് ക്ലാസിക് പദവി ഉണ്ടായിരുന്ന ഒരു പടത്തിന്റെ ഫാൻസിനെ വെച്ചിട്ട് എങ്ങനെ കാശുണ്ടാക്കാം എന്ന സംവിധായകന്റെയും എഴുത്തുകാരന്റെയും നിർമ്മാതാവിന്റെയും കാഞ്ഞ ബുദ്ധി ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു സ്കാം, അതാണ് ആവാരപ്പൻ 2. ശുദ്ധ തട്ടിപ്പ് എന്ന് പറയാം. അനാവശ്യമായിട്ടുള്ള ഒരു സീക്വൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പടം എന്തായാലും ഹിറ്റാകും. അല്ലെങ്കിൽ ഇപ്പോ ഏത് ഓഞ്ഞ പടവും ഹിറ്റാകും ഒരു കാലമാണല്ലോ. OTT ഇറങ്ങുന്നവരെ ഫാൻസിനെ ആഘോഷിക്കാം, അത്ര തന്നെ. എനിക്ക് പേഴ്സണലി ഒരു ബോറൻ പടമായിട്ടാണ് തോന്നിയത്. പടം ഇപ്പൊ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം. ഞാനിത് കാണാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് പോയിട്ട് ഫോറം മാളിൽ PVR-ലാണ് പടം കണ്ടത്. 2 മണിക്കൂർ 20 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. 18+ അല്ല, UA 13+ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി, എന്നാ.